നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കല്ലടിക്കോട് പനയമ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞ 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ 4 പെൺകുട്ടികൾ. അപകടം വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടുവരുന്ന സമയത്ത്. സംസ്ഥാന ഭരണം ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് കെ മുരളീധരൻ. അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDF-ന് കഴിയും. കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല. കെ സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യമുണ്ടെന്നും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളില്ലെന്നും കെ മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ ഉപവാസ സമരം. പട്ടാമ്പി മേഖലയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. 33 കേസുകളിലായി 1 ലക്ഷത്തിലേറെ രൂപ പിഴ ഈടാക്കി. പരിശോധന തുടരുമെന്ന് അധികൃതർ. വല്ലപ്പുഴയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കേസിലെ പ്രധാന പ്രതികളായ തമിഴ്നാട് നാമക്കൽ സ്വദേശികൾ. കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. പാഞ്ഞാൾ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമെന്ന് പരാതി. വാണിയംകുളം ത്രാങ്ങാലിയിൽ കവർച്ചാ കേസിൽ അടിമുടി ആശയക്കുഴപ്പം. 1 ലക്ഷം രൂപ വില കൂടിയ വാച്ച് എന്നിവയ്ക്ക് പുറമെ 19 പവൻ സ്വർണവും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ കവർച്ച നടന്നത് ഇക്കഴിഞ്ഞ നവംബർ 29-ന്. ദമ്പതികളുടെ പാസ്പോർട്ടുകളും നഷ്ടപ്പെട്ടതായി പുതിയ പരാതി. ദേശമംഗലത്ത് കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിന് പിറകെ കൂട്ടത്തല്ല്. തമ്മിലടിച്ചത് ദേശമംഗലം ദി ഗ്രൂപ്പ്, ആറ്റുപുറം ബ്ലൂ ഡയമണ്ട് ക്ലബ്ബുകൾ തമ്മിൽ. സംഘർഷത്തിൽ ക്ലബ് അംഗങ്ങൾക്കും കാണികൾക്കും പരിക്ക്. ദേശമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിലുണ്ടായ സംഘടനം പകർത്തിയ പ്രവാസി യുവാവിനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ഷൊർണൂരിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ തുടങ്ങി. സർവേ ആരംഭിച്ചത് കണയം ഭാഗത്തുനിന്ന്. 20 ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കും. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണം പുരോഗമിക്കുന്നു. ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യും. ഓങ്ങല്ലൂരിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി കൊന്നൊടുക്കിയത് 25ഓളം കാട്ടുപന്നികളെ. നടപടി ഗ്രാമപഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും മേൽനോട്ടത്തിൽ. വാർത്തകൾ വിശദമായി. പാലക്കാട് മണ്ണാർക്കാട് കല്ലടിക്കോട് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞ് 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് പാലക്കാട് പാതയിൽ കല്ലടിക്കോട് പനയമ്പാടത്താണ് സംഭവം. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ 4 പെൺകുട്ടികളാണ് മരിച്ചത്. വിവരണത്തിന്റെ ചങ്കിടറുന്ന അതിനിർഭാഗ്യകരവും ദാരുണവുമായ അപകടത്തിനാണ് കല്ലടിക്കോട് പനയമ്പാടം ദുരന്ത സാക്ഷിയായത്. 4 കുട്ടികൾക്ക് നെഞ്ചുപിടയുന്ന വേദനയോടെ വിട. സിമന്റുമായി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് ഈ കുട്ടികൾക്ക് മുകളിലേക്ക് മറിയുകയായിരുന്നു. കരിമ്പ ഹൈസ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ലഭ്യമായ വിവരമനുസരിച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഐഷ, നിത, റിത, ഇർഫാന എന്നിവരാണ് ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ 4 പെൺകുട്ടികളും. 3 പേരുടെ മൃതദേഹം തച്ചമ്പാറയിലെ ഇസാഫ് ആശുപത്രിയിലും 1 കുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലുമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് പാതയിൽ കല്ലടിക്കോട് പനയമ്പാടത്താണ് അപകടമുണ്ടായത്. ലോറി മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്നു. എതിർദിശയിൽ സിമന്റ് കയറ്റി വന്ന ലോറി നിയന്ത്രണം തെറ്റി കുട്ടികൾക്കിടയിലേക്ക് മറിയുകയാണുണ്ടായത്. നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓടിമാറിയ മറ്റൊരു കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്ഥിരം അപകട മേഖലയാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ. കെ സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യമുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDF-ന് കഴിയുമെന്നും കെ മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു. മാടായി കോളേജ് വിഷയത്തിൽ KPCC സബ് കമ്മിറ്റിയെ വച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞു. MP-ക്കെതിരായി പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല. അദ്ദേഹത്തിനെതിരായ പരസ്യമായ പ്രതിഷേധം ഒഴിവാക്കേണ്ടതായിരുന്നു.
പ്രശ്നം പരിഹരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ KPCC ഒരു സബ് കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി അന്വേഷിച്ച് വേണ്ട നടപടി ചെയ്യും. പക്ഷേ ഒരു MP-ക്കെതിരായിട്ട് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല. കാരണം അദ്ദേഹത്തിന്റെ കോലം കത്തിക്കലും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരസ്യമായിട്ട് മുദ്രാവാക്യം കൂടിയൊക്കെ ഒഴിവാക്കേണ്ടതായി. പക്ഷേ കേസിന്റെ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള പരസ്യമായിട്ടുള്ള ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഗുണം ചെയ്യും. ഇപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ പോയാൽ അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDF-ന് കഴിയുമെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പുനഃസംഘടന സംബന്ധിച്ച് ചർച്ച നടക്കുന്നില്ല. ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയേണ്ടതാണ്. പുനഃസംഘടന വേണം, പക്ഷേ അത് എങ്ങനെ വേണമെന്ന് നേതൃത്വം തീരുമാനിക്കും. KPCC പ്രസിഡന്റിനെ നിലനിർത്തണമെന്ന താൽപ്പര്യമാണ് ഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്. യുവാക്കൾ നേതൃനിരയിലേക്ക് വരണം. അതേസമയം മുതിർന്നവരുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തുകയും വേണമെന്ന് മുരളീധരൻ പറഞ്ഞു. ഇന്നത്തെ പല നേതാക്കളും യുവാക്കളായി വന്നവരാണ്. പ്രായം ആയുസ് നോക്കിയല്ല തീരുമാനിക്കുന്നത്. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു. ഇതിനുദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. സന്ദീപ് വാര്യർ വിഷയത്തിൽ തന്നെ ശാസിച്ചു എന്ന് വാർത്തയുണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. സന്ദീപിനോട് ആദ്യം വിയോജിപ്പുണ്ടായിരുന്നു. അത് പറഞ്ഞു തീർത്തു. സന്ദീപ് പാർട്ടിയിലേക്ക് വന്നത് നിർണായക സമയത്താണ്. അദ്ദേഹത്തിന് നല്ല പരിഗണന നൽകണമെന്നും മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രതിപക്ഷ നേതാവിനെതിരായ ഒരു നീക്കങ്ങളും പാർട്ടിയിലില്ല. ചിലർ കോലിട്ട് കുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും ഉള്ളതാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. മിഷൻ 25 അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. എനിക്ക് ചാർജ് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDF-ന്റെ നയം. പലരും KPCC പുനർസംഘടന ഒരു ആവശ്യം മുന്നോട്ട് അങ്ങനെ ചർച്ച നടക്കുന്നില്ല. ഒന്ന് AICC ജനറൽ സെക്രട്ടറി തന്നെ ദീപാദാസ് മുൻഷിയനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചർച്ചയും നടക്കുന്നില്ല. അങ്ങനെ ചർച്ച നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അറിയില്ല. അങ്ങനെ ചർച്ച നടക്കുന്നില്ല. അത് ആരുണ്ടാക്കിയത് അതേ എനിക്ക് അറിഞ്ഞു. അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ്. അങ്ങനത്തെ ഒരു പുനഃസംഘടന ഇല്ല, ചർച്ച നടക്കുന്നില്ല. എന്നാൽ പുനഃസംഘടന വേണം വേണ്ടാന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതൊക്കെ ഒന്ന് താഴെത്തട്ടുള്ള പുനഃസംഘടനാ കാര്യം KPCC തീരുമാനിച്ചു. അതിന്റെ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല. രണ്ട്, സംസ്ഥാനത്തെ മാറ്റമാണെങ്കിൽ അത് തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണ്. അതല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു ചർച്ചയും നടക്കുന്നില്ല. KPCC പ്രസിഡന്റിനെ നിലനിർത്തണം എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം എല്ലാവർക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ ഉപവാസ സമരം. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് സിവിൽ സ്റ്റേഷന് മുന്നിൽ DCC പ്രസിഡന്റ് ഉപവസിച്ചത്. സമരം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സമാപന യോഗത്തിന്റെ ഉദ്ഘാടനം AP അനിൽകുമാർ MLA നിർവഹിച്ചു. പട്ടാമ്പി മേഖലയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് 1 ലക്ഷത്തിലധികം പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്. 33 കേസുകളിലായാണ് നടപടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സ്റ്റോപ്പുകളിൽ നിർത്താതെയും വാതിലടയ്ക്കാതെയും സർവീസ് നടത്തിയ ബസ്സുകൾക്കെതിരെയും അമിത ചാർജ് ഈടാക്കുന്നവർക്കെതിരെയും ട്രിപ്പ് മുടക്കുന്നവർക്കെതിരെയും കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടുവെച്ച് നിയമലംഘനം നടത്തിയ ബസ്സുകൾക്കെതിരെയുമാണ് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചത്. പട്ടാമ്പി താലൂക്കിലെ വിവിധ മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 33 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് 1,08,750 രൂപ പിഴ ചുമത്തി. എൻഫോഴ്സ്മെന്റ് RTO VT മധുവിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയ്ക്ക് MVI ജോഷി തോമസ്, AMVI-മാരായ അരുൺ T. പ്രസാദ്, KV അനീഷ് എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വല്ലപ്പുഴയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. കേസിലെ പ്രധാന പ്രതികളായ തമിഴ്നാട് നാമക്കൽ സ്വദേശികളായ 23 വയസ്സുള്ള ദിനേശ് കുമാർ, 25 വയസ്സുള്ള അജിത് എന്നിവരെയാണ് പോലീസ് തമിഴ്നാട് നിന്നും പിടികൂടിയത്. കേസിൽ നേരത്തെ 6 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. 2024 ജനുവരി 31 രാവിലെ കോയമ്പത്തൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയെ
വല്ലപ്പുഴ ചൂരക്കോട് വെച്ച് ഇനോവ കാറിലും സിയാസ് കാറിലുമായി വന്ന സംഘം ആക്രമിച്ച വാഗണർ കാറും പണവും തട്ടിയെടുക്കുകയും തുടർന്ന് അക്രമികൾ വാഗൺ കാറ് ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. കേസ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ CCTV ക്യാമറകൾ പരിശോധിച്ചും മറ്റു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുകയും നേരത്തെ പ്രതികളായ ജോൺസൺ ശിവ, ഭരത്, കോടാലി ജയൻ, അമൽ ജോസ്, ശ്രീജേഷ്, വിജീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കേസിൽ ഒളിവിൽ പോയ 2 പ്രതികളെ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതികളായ തമിഴ്നാട് നാമക്കൽ സ്വദേശികളായ 23 വയസ്സുള്ള ദിനേശ് കുമാർ, 25 വയസ്സുള്ള അജിത്ത് എന്നിവരെയാണ് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതികൾ തമിഴ്നാട്ടിലെ ഗുണ്ട കൊട്ടേഷൻ സംഘത്തെ അംഗങ്ങളാണ്. പ്രതികൾക്ക് തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ട്. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാൻ ഉണ്ടെന്നും മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ മണികണ്ഠൻ, K മധുസൂദനൻ, SCPOമാരായ സന്ദീപ്, മിജേഷ്, R ദിനേശ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം ത്രാങ്ങാലി കവർച്ചാ കേസിൽ 1 ലക്ഷം രൂപ വിലയേറിയ വാച്ച് എന്നിവയ്ക്ക് പുറമെ സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് അടിമുടി ആശയക്കുഴപ്പം. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 63 പവൻ സ്വർണവും പണവും വിലപിടിപ്പുള്ള വാച്ചും പോയെന്നായിരുന്നു ആദ്യ പരാതി. ബാലകൃഷ്ണന്റെ ഭാര്യ ചെന്നൈയിൽ മകന്റെ വീട്ടിലായിരുന്ന നവംബർ 29 രാത്രിയായിരുന്നു കവർച്ച. പോലീസ് വീട്ടമ്മയുമായി ഫോണിൽ സംസാരിച്ച ശേഷം അലമാരയിലെ രഹസ്യ അറ തുറന്നപ്പോൾ സ്വർണം സുരക്ഷിതമെന്നായിരുന്നു കണ്ടെത്തൽ. പിന്നെ 1 ലക്ഷം രൂപയും വാച്ചും കവർന്നെന്ന പരാതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടെയാണ് വീട്ടമ്മ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയത്. ചെന്നൈയിലായിരുന്ന ഇവർ തിരിച്ചെത്തി നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് 19 പവൻ സ്വർണം കാണാനില്ലെന്ന പരാതിയുമായി വീണ്ടും പോലീസിനെ സമീപിച്ചത്. കവർച്ച പുറത്തറിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ 63 പവൻ സ്വർണവും പണവും വാച്ചും കവർന്നെന്നും പിന്നീട് സ്വർണം അലമാരയിൽ സുരക്ഷിതമായി കണ്ടെത്തിയെന്നുമുള്ള ട്വിസ്റ്റിന് പിന്നാലെയാണ് പുതിയ പരാതി. മകളുടെയും തന്റെയും ഉൾപ്പെടെ 63 പവൻ ഒന്നിച്ചല്ല സൂക്ഷിച്ചിരുന്നതെന്നും അലമാരയിൽ മറ്റൊരു അറയിലായിരുന്നു തന്റെ 19 പവനെന്നും ഇത് കാണാനില്ലെന്നുമാണ് ഇപ്പോഴത്തെ പരാതി. ഒപ്പം ദമ്പതികളുടെ പാസ്പോർട്ടും മറ്റൊരു വാച്ചും കാണാനില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ മാസം 28-ന് ബാലകൃഷ്ണൻ വീട് പൂട്ടി ഉറങ്ങാനായി കൂനത്തറയിലെ മകളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കവർച്ച നടന്നത്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തിത്തുറന്നുള്ള കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മോഷ്ടാക്കളെ ഭയന്ന് പാഞ്ഞാൾ. പഞ്ചായത്തിലെ പാറപ്പുറം, ശ്രീപുഷ്കരം മേഖലകളിൽ മോഷ്ടാക്കൾ വിലസുകയാണ്. മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായതോടെ രാത്രികാലങ്ങളിൽ പ്രദേശവാസികൾ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം ശ്രീപുഷ്കരം ആലഞ്ചേരി സൈനബയുടെ വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ മോഷ്ടാവിനെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. രാത്രികാലങ്ങളിൽ വീടുകളിലെത്തുന്ന മോഷ്ടാവിനെ പിടികൂടാൻ ഏറെ വൈകിയും നാട്ടുകാർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. മോഷ്ടാക്കളുടെ വിളയാട്ടം രൂക്ഷമായതിനാൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാത്രികാലങ്ങളിൽ ഭീതിയോടെയാണ് ജനങ്ങൾ കഴിയുന്നത്. ജനങ്ങളുടെ ഭീതി അകറ്റാൻ എത്രയും വേഗം നടപടിയുണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഫസലു ആവശ്യപ്പെട്ടു. ശ്രീപുഷ്കരം പ്രദേശത്ത് കഴിഞ്ഞ 4 ദിവസത്തോളമായി കള്ളൻ്റെ ശല്യം മൂലം ജനങ്ങൾ വലിയ ഭീതിയിലാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി 10 മണി മുതൽ 12 മണി വരെ പല ഭാഗത്തു നിന്ന് കള്ളനെ കാണുകയും ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം തെരച്ചിൽ നടത്തിയിട്ടും അത് പിടികൂടാൻ സാധിച്ചിട്ടില്ല. വലിയ ഭീതിയിലാണ് ജനങ്ങളുള്ളത്. അതുമാത്രമല്ല, കള്ളൻ പല വീടുകളിലും കയറി മുട്ടുകയും ഒരു വീട്ടിൽ ഡോറ് പൊളിക്കുന്ന സാഹചര്യം, മുകളിലത്തെ നിലയിലുള്ള ഡോറ് പൊളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരിയെ അറിയിച്ചിട്ടുണ്ട്. നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം കാവലിരുന്നു കൊണ്ട് പിടികൂടാനും ഈ ഭീതി ഒഴിവാക്കാനുമുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഉള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭാ പരിധിയിൽ ഡ്രോൺ സർവേ ആരംഭിച്ചു. ഡ്രോൺ സർവേ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി GIS അധിഷ്ഠിത ഡാറ്റ തയ്യാറാക്കുന്നതിനാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. അമൃത് 2.0 സ്കീം പ്രകാരമാണ് പദ്ധതി. ഓരോ വാർഡിലും എത്ര കെട്ടിടങ്ങളുണ്ടെന്നും അനധികൃതമായി എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ടോ എന്നും റോഡുകൾ, കുളങ്ങൾ തുടങ്ങി എല്ലാവിധ കാര്യങ്ങളും ഡ്രോൺ സർവേയിൽ രേഖപ്പെടുത്തും. സർവേ പൂർത്തിയാക്കിയാലും പുതുതായി നഗരസഭാ പ്രദേശത്ത് കെട്ടിടവും മറ്റും വന്നാൽ അത് രേഖപ്പെടുത്താൻ തരത്തിലാണ് സർവേ. നിലവിൽ ഷൊർണൂർ നഗരസഭയിലെ 33 വാർഡുകളിലും സമീപ പഞ്ചായത്തുകളിലുമായി 93 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് സർവേ നടത്തുന്നത്. വ്യാഴാഴ്ച കണയം ഭാഗത്തു നിന്നാണ് സർവേ ആരംഭിച്ചത്. 100 ഗ്രിഡുകളാക്കി തിരിച്ചാണ് സർവേ. ഒരു ദിവസം 5 ഗ്രിഡിലായി 20 ദിവസത്തിനുള്ളിൽ സർവേ നടത്താനാണ് തീരുമാനം. സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. ജില്ലയിൽ ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിലാണ് ഇത്തരത്തിലുള്ള സർവേ. ആദ്യഘട്ടം ഷൊർണൂർ നഗരസഭയിൽ ഡ്രോൺ സർവേ പൂർത്തിയാക്കാനാണ് തീരുമാനം. സർവേ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സർവേയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത്. ആ സർവേ, ഡ്രോൺ സർവേ നമ്മുടെ നഗരസഭയുടെ ഓരോ പ്രദേശത്തുമുള്ള കെട്ടിടങ്ങൾ, അവയുടെ വലുപ്പം, അവയുടെ വിസ്തീർണം, അത് നമ്പറുള്ളതാണോ നമ്പറില്ലാത്തതാണോ, റോഡുകൾ, അതുപോലെ പാലങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നഗരത്തിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളുമാണ് ഡ്രോൺ സർവേയിലൂടെ എടുക്കാൻ വേണ്ടി പോകും. ഇവിടെ നഗരസഭയിൽ മാത്രമല്ല, നഗരസഭയുടെ തൊട്ട് അയൽ പഞ്ചായത്തുകളായിട്ടുള്ള ഒങ്ങല്ലൂർ, അതുപോലെ മാണിയംകുളം, ഇതുകൊണ്ട് ലക്കിടി വരെയുള്ള പഞ്ചായത്ത് ഉൾപ്പെടെ, അണിയൻ്റെ പഞ്ചായത്ത് ഉൾപ്പെടെ, അതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ ഈ സർവേയുടെ ഭാഗമായിട്ട് വരുന്നു. ഈ സർവേയുടെ ഭാഗമായി ഭാവിയിൽ ഇതിൻ്റെ ഫണ്ടിങ് എല്ലാം സർവേ പൂർത്തിയാകുന്നതിൻ്റെ അനുസരിച്ചും അതിനകത്തുള്ള ആവശ്യകത വെച്ചുകൊണ്ടൊക്കെയാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ വിഷ്ണു നന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, P. ജിഷ, KM ലക്ഷ്മണൻ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഫുട്ബോൾ മത്സരം പൂർത്തിയായതിനു പിറകെ ദേശമംഗലത്ത് കൂട്ടത്തല്ല്. പഞ്ചായത്ത് കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിന് പിന്നാലെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിലടിച്ചത്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ദ ഗ്രൂപ്പ് ദേശമംഗലവും ആറ്റുപുറം ബ്ലൂ ഡയമണ്ട് ക്ലബ്ബും തമ്മിൽ നടന്ന മത്സരത്തിന് പിറകെയാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ക്ലബ്ബ് അംഗങ്ങൾക്കും കാണികൾക്കും പരിക്കേറ്റു. പരിക്കേറ്റ ദേശമംഗലം സ്വദേശി മുഹമ്മദ് ജാഫറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മത്സരത്തിൽ വിജയിച്ച ഒരു ടീം സമ്മാനം സ്വന്തമാക്കിയ ശേഷം മറുവിഭാഗം കൂവിയതാണ് പ്രകോപനത്തിന് കാരണമായത്. സംഭവത്തിൽ കേസെടുത്തതായി ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂരിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഗ്രാമപഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും മേൽനോട്ടത്തിലായിരുന്നു നടപടി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 25ഓളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ വിവിധ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. നെൽകൃഷി ഉൾപ്പെടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. കർഷകരുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ. വനം വകുപ്പുമായി സഹകരിച്ചാണ് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചത്. ലൈസൻസുള്ള ഷൂട്ടർമാരായ പെരിന്തൽമണ്ണയിലെ MM സക്കീർ, ദിലീപ് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായത്തോടെ ഒരു ദിവസം നീണ്ട പരിശ്രമത്തിലാണ് കാട്ടുപന്നികളെ കൊന്നത്. ഓങ്ങല്ലൂരിലെ കാട്ടുപന്നി വേട്ട നിരീക്ഷിക്കാനും വിലയിരുത്താനും ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഷാർപ്പ് ഷൂട്ടർ നവാബ് സഫദ് അലി ഖാനും ഓങ്ങല്ലൂരിൽ എത്തിയിരുന്നു. തുടർന്നും പന്നിശല്യമുണ്ടാവുകയാണെങ്കിൽ കൃഷിനാശമുണ്ടാക്കുന്ന പന്നികളെ കൊല്ലാനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനമെന്ന് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. നെല്ല്, അതോടൊപ്പം മറ്റു വിളകൾ കൂടി, കപ്പയായാലും അതല്ലെങ്കിൽ തെങ്ങായാലും അതുപോലെയുള്ള എല്ലാവിധ
കൃഷിക്ക് നാശനഷ്ടം വരുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നല്ല രൂപത്തിൽ അതിൻ്റെ ഒരു വേട്ട തുടങ്ങുകയും രാവിലെ 7 മണിക്ക് തന്നെ എത്തി ഇനി വൈകുന്നേരത്തോടു കൂടി ഈ ഒരു പ്രദേശത്തെ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം പ്രദേശത്തു നിന്നുള്ള പന്നികളെ വെടിവെച്ച് ഇടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവർ നല്ല രൂപത്തിലുള്ള പ്രകടനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്നത്. കർഷകരുടെ പൂർണ്ണ സഹകരണവും അധികൃതർക്ക് ലഭ്യമായി. വനംവകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. കൊന്നൊടുക്കിയ പന്നികളെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണം പുരോഗമിക്കുന്നു. യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ബസ് സ്റ്റാൻഡിന് പുറത്ത് പാതയോരത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവൃത്തികൾക്കാണ് ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. മലിനജലം ഉൾപ്പെടെ പോകുന്നതിനായി ബസ് സ്റ്റാൻഡിന്റെ ഇരുവശത്തും ചാലുകൾ നിർമ്മിക്കും. നഗരസഭയുടെ 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. സ്റ്റാൻഡിനകത്ത് കുഴികൾ നിറയുന്നതായി ബസ്സുകാർ കഴിഞ്ഞ മാസങ്ങളിൽ പരാതി നൽകിയിരുന്നു. സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്യുന്നതോടെ പതിവായി കുഴികൾ രൂപപ്പെടുന്ന പ്രശ്നത്തിന് പരിഹാരമാകും. നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ സ്പില്ലോവർ പ്രോജക്റ്റായിട്ടുള്ള 20 ലക്ഷം രൂപയുടെ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത്. നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ എല്ലാം പുതിയ ഇതായി കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ 2 ഭാഗങ്ങളിലുള്ള ഡ്രൈനേജ് ശരിയാക്കുക തുടങ്ങിയ പ്രവൃത്തിയാണ് നടക്കാനുള്ളത്. 1 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1 മാസം കൊണ്ട് തന്നെ അത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൻ്റെ മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിയായിട്ടാണ് നഗരസഭ ഇതിനെ കാണുന്നത്. കുറേ കാലങ്ങളായിട്ടുള്ള ഷൊർണൂർകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തികൾ. അത് ഈ വർഷം എല്ലാം പൂർത്തിയാക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിത്യേന 100 കണക്കിന് യാത്രക്കാരാണ് സ്റ്റാൻഡിലെത്താറുള്ളത്. നവീകരണം ആരംഭിച്ചതോടെ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും സ്റ്റാൻഡിന് പുറത്ത് പാതയോരത്താണ്. അപ്രതീക്ഷിതമായി വ്യാഴാഴ്ച രാവിലെ മഴ പെയ്തത് യാത്രക്കാർക്ക് തിരിച്ചടിയായി. നഗരത്തിലെ മലിനജല പ്രശ്നം പരിഹരിക്കുന്നതിനായി മലിനജല ശുദ്ധീകരണ പ്ലാന്റും ബസ് സ്റ്റാൻഡിനകത്ത് ഒരുക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ സംഘട്ടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവിന് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയ ദേശമംഗലം സ്വദേശിയായ പ്രവാസി യുവാവ് 33 വയസ്സുള്ള ജാഫറിനെയാണ് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. സംഘട്ടനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തിയെന്ന് ആരോപിച്ചാണ് ദേശമംഗലം സ്വദേശിയായ 33 വയസ്സുള്ള ജാഫറിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉച്ചയ്ക്ക് 1:30 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാഫറിനെ രക്ഷിക്കാൻ ശ്രമിച്ച കുടുംബസുഹൃത്തായ 30 വയസ്സുള്ള ഷക്കീറിനും മർദ്ദനമേറ്റു. കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിനിടെ ഇന്നലെ വൈകിട്ടോടെ ടീമുകൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘട്ടനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ജാഫർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ യുവാവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മോശമാണ്. ഇന്ന് രാവിലെ വൊമിറ്റ് ചെയ്തു. ഇന്നലെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊടുന്ന് അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇവിടെ അവരുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയോട് കൂടായിട്ട് അവനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയതാണ്. അങ്ങനെ വീണ്ടും 12 മണി ഒരു 1 മണി സമയത്ത് വീണ്ടും വൊമിറ്റ് ചെയ്തു. വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊടുന്ന് നമ്മളിവിടെ കാണിച്ചു. അങ്ങനെ വീണ്ടും ഒബ്സർവ് ചെയ്തു. മറ്റേ അതിനുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. ഇന്ന് രാവിലെ 9 മണിക്കാണ് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയത്. ഇപ്പോൾ ഒരു ഉച്ചയോട് സമയത്ത് നമ്മൾ സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് വീണ്ടും കുറച്ച് വൊമിറ്റ് ചെയ്ത് കുറച്ച് ബ്ലഡ് കൂടുതൽ കാണുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ വേഗം വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അവസ്ഥ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പരിപാടിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ 2ാം ഘട്ട ജനകീയ ക്യാമ്പയിൻ്റെ ഇനി ഞാൻ ഒഴുകട്ടെ
എന്ന പരിപാടിക്കാണ് നഗരസഭ പരിധിയിലെ മുച്ചിരത്തോട് വെള്ളിലപ്പെട്ടി തോട് ശുചീകരണത്തോടെ തുടക്കമായത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുക്കിയ, വാർഡ് കൗൺസിലർ എൻ രാജൻ മാസ്റ്റർ, കെ ആർ നാരായണസ്വാമി, ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ പി വി സുബ്രഹ്മണ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാമിനാഥൻ, ടി പി പ്രവീൺ എന്നിവർ സംസാരിച്ചു. ശുചീകരണ പരിപാടിയിൽ നഗരസഭ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പ്രദേശവാസികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിനായി നഗരസഭ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളും മാലിന്യം അലക്ഷ്യമായി വലിച്ച് എറിയരുതെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുതെന്നും മാലിന്യമുക്ത നവകേരളത്തിനായി എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം പൂർണ്ണമായും പരാജയമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്തിൽ നടന്ന ഡീലിമിറ്റേഷൻ ഹിയറിംഗിന് ശേഷമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. വാർഡ് വിഭജനം അശാസ്ത്രീയവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സാജൻ, നേതാക്കളായ പി ദിവാകരൻ, പി സൂര്യനാരായണൻ, ഷാജി മേലൂർ, പി സേതുമാധവൻ, പി സുരേഷ് എന്നിവർ ആരോപിച്ചു. അതിരുകൾ പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു വിഭജനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഹിയറിംഗ് കേൾക്കുകയും ആയതിനു ശേഷം അതിൽ നടപടി സ്വീകരിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. വരും കാലങ്ങളിൽ അത് കോടതിയിലടക്കം പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അത്രത്തോളം ഏകപക്ഷീയമായിട്ടുള്ള വാർഡ് വിഭജനമാണ് അമ്പലപ്പാറ പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള വാർഡ് വിഭജനമാണ് നടത്തിയിരിക്കുന്നത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാൻ. വൈദ്യുത നിരക്ക് വർധനയ്ക്കെതിരെ SDPI ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് വൈദ്യുത ചാർജ് വർധനയെന്ന് SDPI മുനിസിപ്പൽ കമ്മിറ്റി കുറ്റപ്പെടുത്തി. രൂക്ഷമായ വിലക്കയറ്റം മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തൊഴിലില്ലായ്മയും രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ഇരട്ടി പ്രഹരമാകുമെന്ന് SDPI നേതാക്കൾ ആരോപിച്ചു. കേരള സർക്കാരുകൾ കോർപ്പറേറ്റ് മുതലാളിമാർക്കു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതി നിരക്ക് വർധന ഉടൻ പിൻവലിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ, സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിൽ പള്ളിപ്പടി റോഡ് തകർച്ചയ്ക്കെതിരെ CPI സായാഹ്ന ധർണ നടത്തി. CPI ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. റോഡ് തകർച്ച ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPI പ്രവർത്തകർ മണ്ണൂർ പള്ളിപ്പടി റോഡിൽ സായാഹ്ന പ്രതിഷേധ ധർണ നടത്തിയത്. പാതയിൽ പൈപ്പിടാനായി കുഴിയെടുത്തതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പൊളിച്ച ഭാഗങ്ങൾ ശരിയായ രീതിയിൽ മണ്ണിട്ട് നികത്തി നിരപ്പാക്കാത്തതിനാൽ ഇതിലെ ഗതാഗതം ദുരിതപൂർണമാണ്. പ്രതിഷേധ ധർണ CPI ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു ഉദ്ഘാടനം ചെയ്തു. വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. ഈ റോഡുകൾ ടാങ്കിൽ നിന്നും വിതരണത്തിനാവശ്യമായിട്ട് പൈപ്പുകൾ ഇടുന്നതിനാവശ്യമായിട്ടുള്ള ഏർപ്പാടുകളാണ് പഞ്ചായത്തായാലും ശരി വാട്ടർ അതോറിറ്റി ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ജനങ്ങൾക്കെല്ലാം ആവശ്യപ്പെട്ടതുമാണ്. എന്നാൽ ഈ കുണ്ടും കുഴിയും ഇപ്പോൾ ഇത് പാറ പോലെ ഉറച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിത്യേന അപകടങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ്. ഈ റോഡിൻ്റെ ഗതാഗതം എന്ന് പറയുന്നത് മങ്കര പഞ്ചായത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുന്ന ഒരു തറ റോഡാണ്. K. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. LC സെക്രട്ടറി N. തങ്കപ്പൻ, K. ഷൗക്കത്ത് അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലം നിർമ്മാണത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചു. 52,58 ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ഈ മാസം 26-നാണ് ടെൻഡർ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി. പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിഫ്ബി, കേരള റോഡ് ഫണ്ട് ബോർഡ് തുടങ്ങിയവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം കഴിഞ്ഞ ദിവസം കിഫ്ബി ആസ്ഥാനത്ത്
MLAയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. യോഗത്തിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് സാങ്കേതിക അനുമതി നേടിയെടുത്തു. ഇതിനു പിറകെയാണ് ഏറെ നാളായി കാത്തിരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. സങ്കീർണമായ നിരവധി പ്രശ്നങ്ങളാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലുണ്ടായത്. പദ്ധതിയുടെ അപ്രൂവ് ചെയ്ത ഡിസൈനിലടക്കം ഭാരതപ്പുഴയിൽ മുമ്പൊരിക്കലും സംഭവിക്കാത്ത തരത്തിലുള്ള വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിരുന്നു. പാലത്തിന്റെ കിഴക്കുവശത്തുകൂടെ റെയിൽവേ ലൈൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരു പരിധിയിലധികം ഉയരത്തിൽ പാലം നിർമ്മാണം സാധ്യവുമായിരുന്നില്ല. ഡിസൈനിൽ നിരവധി തവണ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. 52,58 ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ഈ മാസം 26-നാണ് ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി. 50 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം. പ്രദേശവാസികൾക്ക് തൃപ്തികരമായ വിധത്തിൽ തന്നെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് പദ്ധതി പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. 52,57,60,000 രൂപയാണ് അതിന് ചെലവ് വരുന്നത്, ടെൻഡറിലേക്ക് പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥലമേറ്റെടുപ്പ് നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KRFBയുടെ ഉദ്യോഗസ്ഥരും കിഫ്ബിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട മന്ത്രി മുഹമ്മദ് റിയാസ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. തൃത്താല MLA കൂടിയായിട്ടുള്ള മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും പട്ടാമ്പി പാലം എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ബോധവൽക്കരണ ക്ലാസ്സിനിടെ തൊണ്ടയിൽ പഴം കുടുങ്ങി യുവാവിന്റെ പിടച്ചിൽ. രക്ഷകരായി ഫയർഫോഴ്സ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. പട്ടാമ്പി ശങ്കരമംഗലത്ത് നടന്ന മോക്ക് ഡ്രില്ലാണ് ആളുകളെ അമ്പരപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടാക്കിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞവർക്ക് ഫയർഫോഴ്സിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സിനിടയിലാണ് മോക്ക് ഡ്രില്ലും നടത്തിയത്. ഫയർഫോഴ്സിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അപകടത്തിൽപ്പെടുന്ന മനുഷ്യന് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നത് സംബന്ധിച്ച് അവബോധം നൽകുന്നതിനായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആണി കൊടുക്കാം. റോഡിൽ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും റോഡിൽ വീഴുന്നവരെ നോക്കാനോ അവരെ സഹായിക്കാനോ മറ്റു റോഡ് ഉപയോക്താക്കൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് റോഡിലൊരു ക്രൈസിസ് കണ്ടാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അവർക്ക് എന്ത് തരം ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, അവരെങ്ങനെയാണ് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊരു നല്ലൊരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടാമ്പിയിലെ ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും സിവിൽ ഡിഫൻസും ഒക്കെ ചേർന്നുകൊണ്ട് കുട്ടികൾക്കൊരു ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ലൈസൻസ് ലഭിച്ച വാഹനവുമായി റോഡിലിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അപകടങ്ങളുണ്ടായാൽ എങ്ങനെ ഇടപെടണമെന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ബോധവൽക്കരണ ക്ലാസ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുത്തു. അതിൽ കൊതിക്ഷോകം, കൊതിൽ മോഹം അവിടെ അലഞ്ഞു നടന്ന ആ വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും ആ മാർക്കണ്ടയിൽ ഇങ്ങനെ സഞ്ചരിച്ച അവസാനം ഏകാവലംബം, ലോകത്തിന് മുഴുവൻ ഏകാവലംബം തൻ്റെ പാദങ്ങളാണ് എന്ന് കാണിച്ചുകൊണ്ട് കാൽവിരലുകൊണ്ട് കിടക്കുന്ന ഒരു താമരക്കണ്ണനെ, ആ ആലിൻ്റെ ഇലയിൽ കിടക്കുന്ന ആലിലെ കണ്ണനെ കാണുന്നു. സമാപന ദിനമായ വ്യാഴാഴ്ച വലിയ ഭക്തജന തിരക്കാണ് ദൃശ്യമായത്. ഉച്ചയോടെ ഭാഗവത സംഗ്രഹം, അവഭൃത സ്നാനം, ക്ഷേത്ര പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം യജ്ഞസമർപ്പണം നടന്നു. മംഗളാരതി, ആചാര്യ ദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയുമുണ്ടായി. മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. യജ്ഞത്തോടനുബന്ധിച്ച് നിത്യേന അന്നദാനവും നടന്നു. ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തൃക്കാർത്തിക ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും.
ഉച്ചയ്ക്ക് കാർത്തികകൂട്ട്, വൈകിട്ട് കാഴ്ചശീവേലി, കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളം, കാർത്തിക വിളക്ക്, വൈകിട്ട് 7 ഓട്ടൻതുള്ളൽ, രാത്രി ഡബിൾ തായമ്പക, ദീപാരാധന, സഹസ്ര ദീപ സമർപ്പണം എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നാരായണീയ പാരായണത്തിനു ശേഷം ഏകാദശി വ്രതമെടുത്ത ഭക്തർക്ക് പ്രസാദ വിതരണവും ഉണ്ടായി. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം വിശ്വസ്മൈ നമഃ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭുഃ ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ ഭൂതാത്മാ പരമാത്മാ മുക്താനാം പരമാഗതിഃ അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗം യോഗമിദാം നേത പ്രധാന പുരുഷേശ്വരഃ നാരസിംഹബഹു ശ്രീമാൻ കേശവ പുരുഷോത്തമഃ സർവശർവശിവസ്ഥാണുർഭൂതാധിർനിധിരവ്യഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരഃ. ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യ വ്യായാമ മുറകൾ പരിശീലിച്ച് മുന്നേറുന്ന MEC7 പൊതുജനാരോഗ്യ സേനയുടെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ 15 ഞായറാഴ്ച നടക്കും. ഓങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിമുക്തഭടനായ കൊണ്ടോട്ടി സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ വ്യായാമമുറകൾ സംയോജിപ്പിച്ച് രൂപം നൽകിയതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEC7. ആരോഗ്യമുള്ള ജനത നാടിൻ്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യമായാണ് ഈ വ്യായാമ മുറ പരിശീലിപ്പിക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി പ്രവർത്തിച്ചു വരുന്ന MEC7 സ്വദേശത്തും വിദേശത്തുമായി 600-ലധികം യൂണിറ്റുകളിലായി 1,00,000-ൽ പരം ആളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായും MEC7ന്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ 15 രാവിലെ 6:30 ഓങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് തുടങ്ങിയവരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. MEC7 എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ, അതിൻ്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഈ ഡിസംബർ 15 തീയതി പോക്കുപടിയിലുള്ള അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവരുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. MEC7ൻ്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ ഡോക്ടർ സലാഹുദ്ദീൻ സാറ്, അതുപോലെ തന്നെ MEC7ൻ്റെ വേൾഡ് അംബാസിഡർ അറക്കൽ ബാവ സാഹിബ് എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. മാനസിക ശാരീരിക ഉന്മേഷം പ്രദാനം ചെയ്യുന്ന ഈ വ്യായാമ മുറയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ മൂലവും ജോലി സമ്മർദ്ദം മൂലവുമെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ജാതിമത രാഷ്ട്രീയ സംഘടനാ താൽപ്പര്യങ്ങളൊന്നും MEC7 ഇല്ലെന്നും ഈ രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. MEC7 പാലക്കാട് ജില്ലാ ഇൻചാർജ് ജമാൽ പരവയ്ക്കൽ, ഏരിയ കോർഡിനേറ്റർ സൈദലവി, ട്രെയിനർ KT മൊയ്തീൻകുട്ടി വാരണാകുശി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇല്യാസ് വരമംഗലത്ത്, മേഖലാ സബ് കോർഡിനേറ്റർ ഷൗക്കത്തലി കാരക്കാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലടിക്കോട് പനയമ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞ 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ 4 പെൺകുട്ടികൾ. അപകടം വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടുവരുന്ന സമയത്ത്. സംസ്ഥാന ഭരണം ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് K മുരളീധരൻ. അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDFന് കഴിയും. കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല. K സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യമുണ്ടെന്നും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളില്ലെന്നും K മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ ഉപവാസ സമരം.
പട്ടാമ്പി മേഖലയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. 33 കേസുകളിലായി 1 ലക്ഷത്തിലേറെ രൂപ പിഴ ഈടാക്കി. പരിശോധന തുടരുമെന്ന് അധികൃതർ. വല്ലപ്പുഴയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കേസിലെ പ്രധാന പ്രതികളായ തമിഴ്നാട് നാമക്കൽ സ്വദേശികൾ. കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. പാഞ്ഞാൾ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമെന്ന് പരാതി. വാണിയംകുളം ത്രാങ്ങാലിയിൽ കവർച്ചാ കേസിൽ അടിമുടി ആശയക്കുഴപ്പം. 1 ലക്ഷം രൂപ വില കൂടിയ വാച്ച് എന്നിവയ്ക്ക് പുറമെ 19 പവൻ സ്വർണവും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ കവർച്ച നടന്നത് ഇക്കഴിഞ്ഞ നവംബർ 29-ന്. ദമ്പതികളുടെ പാസ്പോർട്ടുകളും നഷ്ടപ്പെട്ടതായി പുതിയ പരാതി. ദേശമംഗലത്ത് കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിന് പിറകെ കൂട്ടത്തല്ല്. തമ്മിലടിച്ചത് ദേശമംഗലം ദി ഗ്രൂപ്പ്, ആറ്റുപുറം ബ്ലൂ ഡയമണ്ട് ക്ലബ്ബുകൾ തമ്മിൽ. സംഘർഷത്തിൽ ക്ലബ് അംഗങ്ങൾക്കും കാണികൾക്കും പരിക്ക്. ദേശമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിലുണ്ടായ സംഘടനം പകർത്തിയ പ്രവാസി യുവാവിനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ഷൊർണൂരിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ തുടങ്ങി. സർവേ ആരംഭിച്ചത് കണയം ഭാഗത്തുനിന്ന്. 20 ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കും. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണം പുരോഗമിക്കുന്നു. ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യും. ഓങ്ങല്ലൂരിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി കൊന്നൊടുക്കിയത് 25ഓളം കാട്ടുപന്നികളെ. നടപടി ഗ്രാമപഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും മേൽനോട്ടത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.